ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുഗളായി ചിക്കൻ ആണ്. മുഗളായി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി. വേഗത്തിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാള നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിലിടാനുള്ള സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം, കുരുമുളക്, അതുപോലെ തന്നെ ജാതിപത്രി. ഇത്രയും സംഭവമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ജാറിലേക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും കശുവണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടിത്തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ചിക്കനിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ചിക്കനിലുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഇത് നന്നായിട്ട് ഇനി വറ്റി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നമുക്കൊന്ന് സെമി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മിക്സ് അടിച്ചെടുത്ത ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കശുവണ്ടിയുടെയൊക്കെ പച്ച ഒരു രുചി ഉണ്ടല്ലോ, അതൊക്കെ മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഗ്രേവി നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരാനായിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അടപ്പ് തുറന്നൊന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇതാ നോക്കിക്കോ. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം.
പച്ചമുളകും അതേപോലെ മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റും നമ്മുടെ കറിക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. നമ്മളിതിൽ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഇതൊരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിതിൽ അധികം വെള്ളം ആഡ് ചെയ്യാത്തത്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുഗലായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് ചപ്പാത്തി, വെള്ളയപ്പം, പൊറോട്ട ഇവയുടെയൊക്കെ ഒപ്പം വളരെ നല്ല കോമ്പിനേഷനായിട്ട് ഈ ഒരു കറി കഴിക്കാവുന്നതാണ്. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.